മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി നാഥെന്ന പരിശുദ്ധമായ ഖുർആൻ ചൊല്ലുന്നതിൻ്റെ ഈ ഖുർആൻ പോലത്തത് ഒരാൾ കൊണർന്ന് സാധ്യമില്ലാണ്ട് ചൊല്ലുന്ന. അപ്പോൾ ഈ ഒരു പ്രയോഗം ഖുർആൻ ആക്കിയിട്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൈകെട്ടിയിട്ട് മുണ്ടെച്ചാറ അങ്ങനെ ആരും തെച്ചിട്ടില്ല. കുറേ ആൾമാർ അങ്ങനത്തെ ഒരു ഖുർആൻ കൊണ്ടുവരുന്നതും ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിയാണ്. ആ കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ് മൽഖാരിയത്തുക്ക് എതിരായിട്ട് മൽഫീലുണ്ട് ഇങ്ങനെയെല്ലാം കൊണ്ടുവന്നതാണ്. പക്ഷേ അങ്ങ് കൊണ്ടുവന്നത് അത് ഖുർആന്റെ എങ്ങനത്തെ ശൈലി ഉണ്ടോ അതേ കോപ്പി അടിച്ചിട്ട് അതേ ശൈലി കൊണ്ടുവന്നതാണ്. അതായിട്ട് ഞങ്ങളെ ഒന്നാമത്തെ ഒരു പോയിന്റ്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം നോക്കണമെങ്കിൽ ഈ അടുത്തായിട്ട് നടന്ന ഒരു സംഭവമായിട്ട് ഞങ്ങൾ എല്ലാവരും കൊറോണത്തെ വിഷയം അനുഭവിച്ചേക്കാം. അപ്പൊ ഈ കൊറോണത്തെ സമയത്തിൽ എന്താക്കിയാറ് ഇതേ മൽഖാരിയത്തുക്ക് ഒരു സൂറത്ത് എന്താക്കിയാറ് കൊണ്ടുവരണം ട്രൈ ആക്കിയാറ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങ് എന്തിനായിട്ട് നോക്കാം. മൽഖാരിയത്ത് എന്നെങ്കിൽ ഭയങ്കര ഖിയാമത്ത് നല്ല വിഷയമാണ് ഓർമ്മപ്പെടുത്തല്. ഖിയാമത്ത് നാളെ നടക്കുന്ന സംഭവത്തെ വിഷയത്താണ് ഓർമ്മപ്പെടുത്തല്. അപ്പൊ അതിനൊട്ടിಗೆ ടാലി ആക്കിയിട്ട് ഒരാൾ കൊണ്ടുവന്നിട്ട് അൽ ഫൈറൂദുൽ മുബീൻ, കോവിഡ് ആണ് സത്യം. എങ്ങനത്തെ കോവിഡ്? ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലമായ ആ കോവിഡ് ആണ് സത്യം. എന്നിട്ട് അയാൾ കൊണ്ടുവന്ന് ഒമാ അദ്റാക മൽഖാരിയ അല്ലയോ പിന്നെ അവിടെ കിട്ടിയാലിയാക്കിട്ട് കൊണ്ടുവന്ന് എങ്ങനത്തെ ഈ കൊറോണ വന്നിട്ടുണ്ട് അതൊരു ഭയങ്കരമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു പിന്നെ നെറ്റിക്സ് പിന്നെ അത്ഭുതമായിട്ടുള്ള ഒരു സംഭവമായിട്ട് അത് ഓട്ടെ വന്ന് വിദൂരമായ ചീനത്തിൽ നിന്ന് വന്നിട്ടാണ് അയാൾ കൊണ്ടുവന്നത്. അപ്പൊ ഇതൊരു വിഷയം നോക്കാം. അത് ഖുർആൻ കൊണ്ടുവന്ന ഈ ഒരു വിഷയം. അപ്പൊ വിദൂരമായ ചീനയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അയാളുണ്ട്. അപ്പൊ ഞങ്ങൾ വിട്ട് ഓതുമ്പോൾ ഞങ്ങൾക്ക് വിദൂരമായ രാഷ്ട്രം എന്തല്ല ചീന, ഞങ്ങളെ അയൽ പ്രദേശം, ഞങ്ങളെ മുട്ടത്തെ രാഷ്ട്രമാണ് ചീന. അപ്പൊ ഞങ്ങൾ എങ്ങനെ അതിൽ ഓതര് വിദൂരമായ ചീനത്തിൽ നിന്ന് വന്ന് കൊള്ളുമ്പോൾ ഞങ്ങൾ ഖുർആൻ ഓതര് തപ്പാവും. ഇനി അങ്ങനെ അല്ലെങ്കിലും ഈ ചീനത്തിലുള്ള ആൾമാർ എങ്ങനെ ഓതണം ഈ ഖുർആൻ? വിദൂരമായ ചീനത്തിൽ നിന്ന് വന്ന് ചൊല്ലുമ്പോൾ ഈ ചീനത്തിൽ നിന്നിട്ട് എങ്ങനെ ഓതനോടും? അപ്പൊ അതും അയാൾ കൊണ്ടുവന്നത് തോത്തുപോയി. എന്നിട്ട് അയാൾ കൊണ്ടുവന്ന് കാഫിരിങ്ങളെ ചൊന്നാറ് ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു രോഗമാണ്. ഇത് കാഫിരിങ്ങ മാത്രം ചെന്നിട്ടല്ല, എല്ലാവരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും എല്ലാവരും ചെന്നാറ് ഇത് ഭയങ്കരമായിട്ടുള്ള രോഗം ചെന്നിട്ട് എല്ലാവരും ചെന്നിടാറ്. അപ്പൊ കാഫിർ മാത്രം ചെന്നിട്ടല്ല. എന്നിട്ട് അയാൾക്ക് ചൊല്ലോ കല്ല അങ്ങനെന്തോ അല്ല, കാഫിർ ചെന്ന പോലെ വിഷയം എന്തോ അല്ല, ബൽഹുവ മൗത്തുൻ അഖീദ്, അത് ഉറപ്പിച്ച മരണമാണ് അതിലുള്ള. അപ്പോൾ കൊറോണ ബാധിച്ച് എത്രമാ ആൾമാരുള്ള ആരും എല്ലാവരും മരിച്ചിട്ടില്ല. എല്ലാവരും കുറെ ആൾ ചെറിയ ശതമാനം മാത്രം മരിച്ചത്. അപ്പൊ അയാൾ കൊണ്ടുവന്നത് ആ കൊറോണ വന്നിട്ടാകുമ്പോ അതിക്ക് ഉറപ്പിച്ച മരണമാണ് അതിക്കുള്ള വേറെ റൂട്ട് ഇല്ലാണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് എന്തായിട്ട് എത്ര ആൾമാർ കൊറോണ ബാധിച്ചില്ല, ആരും മരിച്ചിട്ടില്ല. അപ്പൊ അയാൾ കൊണ്ടുവന്ന ആ വിഷയം അതെല്ലാം ഖുർആനിക്ക് ഒരു എതിരായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ എന്തായില്ല, അയാൾ കൊണ്ടുവന്ന ആ റൂട്ടൊന്നും ശരിയായില്ല. അപ്പൊ ഇങ്ങനെ കുറെ ആൾമാർ ഖുർആന്റെ ഓരോ ആയത്തിക്ക് വിരുദ്ധമായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അതൊന്നും അങ്ങ് ഖുർആൻ ചൊന്ന പിന്നെ കൊണ്ടുവരണം സാധ്യമില്ല ചെന്നതിന് പിന്നെ അങ്ങനെ ട്രൈ ആക്കിയതേ തപ്പു. അങ്ങനെ ട്രൈ ആക്കിയിട്ടും അങ്ങ് എല്ലാവരും തോത്തുപോയാറും പിന്നെ അങ്ങനത്തെ ഈ ഉറക്ക കൊണ്ടുവന്നെങ്കിൽ പിന്നെ അങ്ങനത്തെ റൂട്ട് അങ്ങ് ഇഴിഞ്ഞിട്ടുമില്ല. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം മനസ്സിലാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى ഞങ്ങൾ ചെന്ന ഖുർആന്റെ വിഷയം ഓതിയ ഖുർആന്റെ ഫാത്തിഹ സൂറത്ത് അല്ലാഹു ഞങ്ങൾ ഇന്ന് സ്വീകരിച്ച് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള സർവ്വ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെല്ലാവരും കാവൽ അല്ലാഹു പരിശുദ്ധമായ റമളാന്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് നിങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു സവാബ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ പള്ളി മൈതാനത്തിൽ വിശ്രമിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഖബറിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.